സവാരിക്കെന്ന വ്യാജേന ടാക്സി കാർ വാങ്ങി കടന്നുകളയുകയും വ്യാജരേഖ ഉണ്ടാക്കി പണയം വയ്ക്കുകയും ചെയ്ത യുവാവിനെ കാട്ടാക്കട പോലീസ് മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി അരുൺ അറസ്റ്റിലായിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപത്തെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ വർഷം കാട്ടാക്കട സ്റ്റേഷനിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥന്റെ മകനായ കൊണ്ണിയൂർ സ്വദേശി അജിന്റെ ഉടമസ്ഥയിലുള്ള KL 21AA 6876 നമ്പറിലുള്ള മാരുതി എർട്ടിക്ക കാറാണ് പ്രതി തട്ടിയെടുത്തത്. പരാതിക്കാരന്റെ ഡ്രൈവറായി ജോലി ചെയ്ത പരിചയം മുതലെടുത്തായിരുന്നു അരുണിന്റെ തട്ടിപ്പ്. പരാതി ലഭിച്ചയുടൻ പോലീസ് ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതി മൊബൈൽ ഫോൺ ഓഫാക്കി ഒളിവിൽ പോകുകയായിരുന്നു. തുടർന്ന് വാഹനത്തിലെ GPS പരിശോധിച്ചപ്പോൾ കഴക്കൂട്ടം ഭാഗത്ത് സിഗ്നൽ കട്ടായതായി കണ്ടെത്തി. ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. കാട്ടാക്കടയിലെ ഒരു അക്ഷയ സെന്ററിൽ നിന്ന് സ്വന്തം സഹോദരിയുടെ പേരിൽ വ്യാജ ഉടമ്പടി രേഖകൾ തയ്യാറാക്കിയാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ടാക്സിക്കാരന്റെ നമ്പർ പ്ലേറ്റുകൾ മാറ്റി സ്വകാര്യ വാഹനമാക്കി മാറ്റിയ ശേഷം വെള്ളക്കടവ് സ്വദേശിക്ക് 50,000 രൂപയ്ക്കാണ് വാഹനം പണയം വെച്ചത്. സഹോദരിയുടേതാണ് വാഹനമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പണയം വെച്ചത്. പണയം വെച്ച സ്ഥലത്തു നിന്നും കാറും പ്രതിയിൽ നിന്നും വ്യാജരേഖകൾ തയ്യാറാക്കാനായി ഉപയോഗിച്ച രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം SHO സുഭാഷ്, SI അനീഷ് എബ്രഹാം, SIമാരായ സജിത് പ്രദീപ്, CPO ഷിബു, HC ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ BNS 316/2, 318/4 എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്.